ഇങ്ങനെ സീൻ തരുമെന്ന് ചോദിച്ചു മേടിച്ചൊരു സീനല്ല. അവരത്രയും പറഞ്ഞ് ഈ സീൻ ഇന്നത് വേണം എന്ന് എന്നോട് ആവശ്യം. അപ്പൊ എനിക്ക് അതിന്റെ ചെയ്തു കൊടുക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഇപ്പൊ എനിക്കുണ്ട്. നീ ഈ സീൻ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നാളെ നിനക്ക് വേറെ സിനിമയിന്നോ വേറെ സീരിയലിൽ നിന്നോ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള സീൻ പറഞ്ഞാലും അപ്പൊ നീ ചെയ്യുമല്ലേ? ആ സീൻ അത് ഡിമാൻഡിങ് ആണെങ്കിൽ, ആ സീൻ അത് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. നിങ്ങൾ കാരണം കുറെ ഇതാണ് ഇതിന്റെ ഡിമാൻഡിങ് ഇതൊക്കെ പറഞ്ഞിട്ട് ഇത് ഇങ്ങനത്തെ സീൻ ഇത് തന്നെ ചെയ്ത് തന്നെ ഇത് കാണിക്കണമെന്നുണ്ട്. വേറെ എത്രയോ സിനിമകൾ ഇതൊക്കെ കാണിക്കാതെ പോയിട്ടുണ്ട്. അങ്ങനെ ഉണ്ട്. പക്ഷെ ഇത് നമ്മളല്ല, ഞാൻ കഥ എഴുതിയൊരു കാര്യമല്ല ഇത്. ആ. വേറെ സിനിമകൾ ഇത് കാണിക്കാതെ പോയിട്ടുണ്ടാവാം. ഉം. പക്ഷെ ഞാൻ ചെയ്യുന്ന ഈ പെർട്ടിക്കുലർ സീൻ അത് അപ്പൊ നിനക്കത് വേണമെങ്കിൽ ചെയ്യണം. എന്നാ ശരി, നീ എന്റെ നമ്പർ അങ്ങ് ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തോളൂ. അങ്ങനെയാണ് ഫൈനൽ തീരുമാനമെങ്കിൽ ഞാൻ ഐ റെസ്പെക്ട് യുവർ ഡിസിഷൻ, ഞാൻ ചെയ്യാം. അപ്പൊ നിനക്ക് എന്നെക്കാളും വലുതാ സീൻ തന്നെയായിരുന്നു. ഒരിക്കലും അല്ല, വലുതെന്ന് നീ തന്നെയാണ്. പക്ഷെ ഇത് എനിക്ക് ചെയ്തേ പറ്റൂ. ഇത് ചുമ്മാ ഡയലോഗ്, ഇത് ചുമ്മാ ഡയലോഗ് കേട്ടോ. ഇത് വെറുതെ ഡയലോഗ്. ദൈവമേ, ശരിക്കും യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഇത് ഇല്ല തന്നെയായിരിക്കും. ഇല്ല, ഞാൻ ചെയ്യുക. കാരണം നമ്മൾ അത് നമ്മുടെ പ്രൊഫഷനാണ്, നമ്മൾ ചെയ്തേ പറ്റൂ. ആണ്.